എപ്പിസോഡ് തുടക്കത്തിൽ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ആയിട്ടുള്ള ലിച്ചിനെ ഇല്ലാതാക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ ആസ്തയും മറ്റു റോയൽ നൈറ്റ് മെമ്പേഴ്സും അവരുടെ ഹൈഡ് ഔട്ട് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ആസ്തയുടെ രൂപത്തിൽ തേർഡ് ഐയിലെ ഒരു മെമ്പർ ആയിട്ടുള്ള റായ അങ്ങോട്ട് വരുന്നത്. അവരിൽ നിന്നും ക്യാപ്റ്റൻ മെറിലിയോണ യഥാർത്ഥ ആസ്തയെ കണ്ടുപിടിക്കുന്നു. എല്ലാം താഴെയിട്ട് കത്തിച്ച് ചാമ്പലാക്കാനുള്ള സ്പെല്ലാണ് ഇത്. ഫ്ലെയിം മാജിക് കാലിഡോസ് ബ്രജിയം. സോ ഫ്ലെയിം മാജിക്കിനെതിരെ ശക്തമായ കോപ്പി മാജിക് അവിടെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു. മെറിലിയോണയുടെ മാജിക് പവറും അറ്റാക്കി സ്പെല്ലും റായ ഒരുപാട് ബെറ്റർ ആക്കി. എന്നാൽ അതേ സമയമാണ് യൂനോയും മറ്റുള്ളവരും ആ ഹൈഡൌട്ടിന്റെ സെന്റർ ഭാഗത്തിനടുത്ത് എത്തുന്നത്. സോറി, എന്നെ തടയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് അവരൊരു ശബ്ദം കേൾക്കുന്നത്. എന്താ അത്? ഒരു ഹാർട്ട് ബീറ്റ് ആണോ? ഈ എനർജി എനിക്ക് മുൻപ് എവിടെയോ കിട്ടിയിട്ടുണ്ട് എന്ന് ബെല്ലും പറയുന്നു. എന്നാൽ അതേസമയം ബ്ലാക്ക് ബുള്ളിന്റെ ഹൈഡൌട്ട് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ കയ്യിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുവാണ് നമ്മുടെ പിള്ളേർ. ഹേയ് ഹെൻറി, ഈ ഹൈഡൌട്ട് നിനക്ക് പഴയതുപോലെ ആക്കാൻ സാധിക്കോ? ഇല്ല, എന്റെ മാജിക് പവർ എല്ലാം തീർന്നു. ഹേയ് ഗൗച്ചി, നീ അത് കേട്ടോ എന്ന് ചോദിക്കുവാണ് ഗ്രേ. എന്ന ഗൗച്ചി ആണെങ്കിൽ തന്റെ സിസ്റ്ററിന്റെ ഓർമ്മയ്ക്കായി വെച്ച സാധനങ്ങളെല്ലാം തപ്പിക്കൊണ്ടിരിക്കുവാണ്. ഹേയ്, അതെങ്ങാനും കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും, മനസ്സിലായല്ലോ? ഏയ് ഇല്ല ഇല്ല, അത് തീർച്ചയായിട്ടും കിട്ടും. ഒരു പക്ഷേ ഒരു 10-12 പീസായി കാണും. അത് ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. ഹേയ്, വെറുതെ നെഗറ്റീവ് അടിക്കാതെ ഇവിടെ വന്ന് സഹായിക്കടാ. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും. പക്ഷേ ഹേയ്, മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങി വന്നോ നീ? അല്ലെങ്കിലോ നിന്റെ പതിയുള്ള സംസാരം കേട്ട് ഞാൻ ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഓ, നിന്നോടല്ലേ പറഞ്ഞ് ഇറങ്ങി വാടാ മുടിയാ. ഓ ശരി എന്ന് പറഞ്ഞ് ഹെൻറി താഴെ ഇറങ്ങുന്നു. അവൻ ഇറങ്ങി വന്നതും ഗൗച്ചിയുടെ എനർജി എല്ലാം അവനെ അബ്സോർബ് ചെയ്യുന്നു. സോ അതുകൊണ്ടാണ് പക്ഷേ എന്ന് അവൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത്. അപ്പോഴാണ് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ എന്തായിരിക്കും ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയതെന്ന് ഗ്രേ ചോദിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഗോൾഡൻ ടൗണിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരുപാട് നേരമായി വില്യമിനെയും കാത്തിരിക്കുന്ന ക്യാപ്റ്റൻ യാമിയുടെ അടുത്തോട്ട് വീണ്ടും ചായ കൊണ്ടുവരുവാണ് അവിടുത്തെ മേജേഴ്സ്. ഡേയ്, ഞാനിവിടെ നിന്റെയൊക്കെ ചായ കുടിക്കാൻ വേണ്ടി വന്നാണെന്ന് വിചാരിച്ചു നീ? മനുഷ്യനിവിടെ കുറെ നേരമായിട്ട് കക്കൂസ് പോലും പോയിട്ടില്ല. പിന്നെ നിന്റെയൊക്കെ ഈ ചായ, ഇതൊക്കെ ഒരു ചായയാണോ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സോറി പറയാനാണെന്ന് പറഞ്ഞ് വിളിച്ചിരുത്തിയിട്ട് വെയിറ്റ് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? ആ സെലക്ഷൻ ടെസ്റ്റിൽ സംഭവിച്ച കാര്യം ഫിൻഡറിനെ ബാധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഫിൻഡറിൽ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. അവൻ എഴുന്നേറ്റിട്ടില്ല. പിന്നെ നിന്റെയൊക്കെ വൈസ് ക്യാപ്റ്റൻ അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. കാര്യമായിട്ട് അവനിൽ നിന്നും ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല. ഇതിനോടെല്ലാം അവൻ എന്റെ അടുത്തോട്ട് വന്നല്ലേ മാപ്പ് പറയണ്ടേ? നിങ്ങളൊക്കെ എന്നെ ഒരു മണ്ടനാക്കാൻ നോക്കുവാണോ? ഗോൾഡൻ ടൗൺ സാർ, വൈസ് ക്യാപ്റ്റൻ ലാംഗ്രീസ് അങ്ങനെ ചെയ്തതിന് തീർച്ചയായിട്ടും ഞങ്ങൾ മാപ്പ് ചോദിക്കണം. പക്ഷേ ക്യാപ്റ്റൻ വാഞ്ചൻസിനെ ദയവ് ചെയ്ത് നിങ്ങൾ വിശ്വസിക്കണം. അവർ വളരെ ശ്രദ്ധേയനായ ഒരു മേജാണ്. ഒരു കാരണവശാലും അവർ നിങ്ങളോട് മോശമായി പെരുമാറില്ല എന്ന് യാമിയോട് പറയുവാണ് ആ മേജേഴ്സ്. ഇത് കേട്ട് പഴയ കാര്യങ്ങളെല്ലാം യാമി ആലോചിക്കുന്നു. അവനെന്റെ മനസ്സ് വായിക്കുന്നത് പോലെയാണ് മൂവ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഞങ്ങളുടെക്ക് ഒരേ വേവ് ലെങ്ത് ആയതുകൊണ്ടായിരിക്കും അത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി എനിക്ക് അവനെ അറിയാം. ഞങ്ങൾ ഒരുമിച്ച സ്ക്വാഡ് ക്യാപ്റ്റനായി മാറിയത്. പിന്നെ ഞാൻ അവനെ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഹേയ് വാഞ്ചൻസ്, നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്റെ ആ മാസ്ക് നീ ഒന്നും മാറ്റണം. എനിക്ക് മനസ്സിലായി യാമി, നിനക്കെന്നെ സംശയമാണല്ലേ? ദ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ഞാനായിരിക്കുമെന്ന് നീ വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് വാഞ്ചൻസ് തന്റെ മാസ്ക് അങ്ങ് മാറ്റുന്നു. ആർക്കും എന്നെ അത്രയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. എല്ലാവരും കേഴ്സ്ഡ് ചൈൽഡ് എന്നായിരുന്നു എന്നെ വിളിച്ചിരുന്നത്. എനിക്ക് ആത്മാർത്ഥമായി സംസാരിക്കാനും ഞാൻ ആരാണെന്ന് കാണിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു യാമി. അവന്റെ ആ വാക്കുകളിൽ കള്ളമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. സാർ, കുറച്ചു നേരം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും അവർ വരും. അതെ സാർ, അവരൊരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കറിയാം അങ്ങനെ ചെയ്യില്ലെന്ന്. പിന്നീട് നമ്മൾ കാണുന്നത് വിസാർക്ക് ഇങ്ങനെ അന്വേഷിച്ചു വരുന്ന മാർക്സിനെയാണ്. ഓ, ഒരു സെക്കൻഡ് കണ്ണു തെറ്റിയാ ഇങ്ങേരിത് എങ്ങോട്ടേ ഈ പോണേ? സോ റോയൽ ക്യാപിറ്റലിനെ മുഴുവനായിട്ടും ഒരു ബിൽഡിങ്ങിന്റെ മണ്ടേ കയറി നോക്കി നിൽക്കുവാണ് വിസാർഡ് കിങ്. ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണുമായി ഇപ്പൊ അവർ പോരാടുകയായിരിക്കും. അവരുടെ കൂടെ പോകാനും അത് കാണാനും എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുപാട് കാലം ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായതുകൊണ്ട് എനിക്കറിയാം അവരുടെ ശക്തിയും ഈ രാജ്യത്തെ സുരക്ഷിതമാക്കാനുള്ള അവരുടെ ആഗ്രഹവും യഥാർത്ഥമാണ്. തീർച്ചയായിട്ടും അവർ ഓക്കെ ആയിരിക്കും, എനിക്കതറിയാം. പിന്നെ എപ്പോഴത്തെയും പോലെ എന്നെ കാണാത്തത് കൊണ്ട് മാർക്സിന് ഒരുപാട് ദേഷ്യം വരും. പക്ഷേ എനിക്കിപ്പോ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിസാർഡ് കിങ് ചിന്തിക്കുന്നു. അപ്പോഴാണ് അങ്ങോട്ടൊരാൾ നടന്നു വരുന്നത്. ഹേയ്, എപ്പോഴും ഇതുപോലെ എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്താണ് വില്യം? ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ഈ സമയം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ജൂലിയസ് സാർ. എന്റെ രൂപം പോലും ശ്രദ്ധിക്കാതെ എന്റെ ശക്തി ആദ്യമായി അംഗീകരിച്ചത് നിങ്ങളാണ്. ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ എന്റെ ഫ്യൂച്ചർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഫോർസക് റിയൽമിൽ ദരിദ്രമായിട്ടുള്ള ഒരു വില്ലേജിൽ ജനിച്ച ഒരു കേഴ്സ്ഡ് ചൈൽഡ് ആയിരുന്നു ഞാൻ.
ഒരു നോബിൾമാന്റെ ജാരസന്തതിയായ ഞാനായിരുന്നു അവരുടെ ഫാമിലിയിലെ അടുത്ത അവകാശി. പക്ഷെ എല്ലാവരെയും പോലെ ഒരു സുഖകരമായ ജീവിതമായിരുന്നില്ല എനിക്ക് അവിടെ. എന്നാൽ അവരിൽ നിന്നെല്ലാം നിങ്ങൾ വളരെ വ്യത്യസ്തനായിരുന്നു. മുഖം പോലും ശ്രദ്ധിക്കാതെ എന്റെ കയ്യിലെ പവർ കണ്ട് മാജിക് നൈറ്റിൽ ചേരാൻ നിങ്ങൾ എന്നോട് പറഞ്ഞു. ഹേയ്, ഇതൊന്നും വലിയ കാര്യമല്ല, അത് നിനക്കറിയാവല്ലോ. പിന്നെ ഇത് നിന്നെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇതാ എന്റെ വക നിനക്കൊരു സമ്മാനം. നിങ്ങൾ എനിക്ക് തന്ന ഒരു ഗിഫ്റ്റ് മാത്രമായിരുന്നില്ല ഈ മാസ്ക്, മാജിക് നൈറ്റിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ക്ഷണക്കത്ത് കൂടിയായിരുന്നു. അന്നു മുതൽ എന്റെ ഗ്രിമോരി ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 11 വർഷമായി എന്റെ ഈ വികാരങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ജൂലിയസ് സാർ, ഞാൻ നിങ്ങളെ എപ്പോഴും ബഹുമാനിക്കും. ഹേയ് വില്യം, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? ശരിക്കും എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുന്നു. നിങ്ങളാണ് ഒരു മാജിക് നൈറ്റ് ക്യാപ്റ്റനായി എന്നെ മാറ്റിയത്. എന്റെ എനർജിയെ ഫോളോ ചെയ്ത് കഴിവുള്ള മെമ്പേഴ്സിനെ തെരഞ്ഞെടുത്ത് ഗോൾഡൻ ഡൗൺ എന്നൊരു സ്ക്വാഡ് ഞാൻ ഉണ്ടാക്കി. ജൂലിയസ് സാർ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വിസാർഡ് കിങ് ആണ് നിങ്ങൾ. നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. നിങ്ങൾ എന്നെ കാണുന്നതിന് മുൻപ് എന്റെ ഫ്രണ്ട് ആയിരുന്ന ഒരാൾ. വ്യത്യസ്തമായി 2 വഴികൾ ആഗ്രഹിക്കുന്ന 2 പേർ. എനിക്ക് വളരെ പ്രിയപ്പെട്ട 2 പേരാണ് നിങ്ങൾ. നിങ്ങളെ ഒരാളെ മാത്രം എന്നെ കൊണ്ട് ചൂസ് ചെയ്യാൻ സാധിച്ചില്ല. സോ എനിക്ക് നിങ്ങളെ 2 പേരെയും തെരഞ്ഞെടുക്കണം. ഇത് കണ്ട് വിസാർഡ് കിങ് അവനെ തന്നെ നോക്കുന്നു. അവന്റെ ആ പാടുകൾ. നന്ദിയുണ്ട് വില്യം, നീയാണ് എന്റെ ഒരേ ഒരു ഹ്യൂമൻ ഫ്രണ്ട്. ആശംസകൾ വിസാർഡ് കിങ് ജൂലിയസ് നോവ ക്രോണോ. ഞാനാണ് ദ ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ലിച്ച്. സോ ഇത്രയും കാലം വില്യം വാണ്ടൻസ് ആയി മാജിക് നൈറ്റിൽ ഉണ്ടായിരുന്നത് ഐ ഓഫ് ദ മിഡ്നൈറ്റ് സണ്ണിന്റെ ലീഡർ ആയിട്ടുള്ള ലിച്ച് ആയിരുന്നു. വില്യം, അത് നീയായിരിക്കരുതേ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ട്. ഞങ്ങൾ അറിയരുതെന്ന് വിചാരിക്കുന്ന ഒരു സൈഡ് നിന്റെ അകത്തുണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഒരു പക്ഷേ യാമിക്കും അങ്ങനെ തന്നെ തോന്നിക്കാണും. ഫഗോലിയൻ ഈ സത്യം നേരത്തെ തന്നെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും അന്ന് നീ അവനെ അങ്ങനെ ചെയ്തത്. ഐ ഓഫ് ദ മിഡ്നൈറ്റ് സൺ റോയൽ ക്യാപിറ്റൽ അറ്റാക്ക് ചെയ്ത ആ ദിവസം അവരുടെ ലീഡറായിട്ടുള്ള ലിച്ച് അടുത്ത് വന്നപ്പോൾ എനിക്ക് തോന്നിയ ആ അസ്വസ്ഥത, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആ എനർജി, അന്ന് അവന്റെ കൈക്ക് പരിക്കേറ്റതിന് ശേഷമുള്ള നിന്റെ പെരുമാറ്റം, ആ സംശയങ്ങളൊന്നും എനിക്ക് അടക്കി വെക്കാൻ സാധിച്ചില്ല. പക്ഷെ അതൊരിക്കലും സത്യമായിരിക്കരുതെന്ന് ഞാൻ വിശ്വസിച്ചു. നീയും വില്യമും ഒരിക്കലും ഒന്നായിരുന്നില്ല. ഒരു ബോഡിയുടെ അകത്തുള്ള 2 ആത്മാക്കളായിരുന്നു നിങ്ങൾ. അതൊരു മാജിക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ നിന്റെ മുഖത്തുള്ള ആ പാടുകൾ, അത് നീ എങ്ങനെ ഒഴിവാക്കി? ഈ ശരീരത്തിലുണ്ടായിരുന്ന ആ അടയാളം വില്യമിന് അവന്റെ അമ്മയുടെ അടുത്തുനിന്നും പാരമ്പര്യമായി ലഭിച്ചതാണ്. പിന്നെ ഒരു മനുഷ്യന്റെ കേഴ്സും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ബിക്കോസ് എനിക്ക് മനുഷ്യരെ ഇഷ്ടമല്ല. എന്നാ വില്യം, അവൻ വളരെ ഡിഫറെന്റ് ആയിരുന്നു. എല്ലാത്തിനും പുറമെ ഒരു ശരീരത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. ഒരു പക്ഷേ അവനൊരു മനുഷ്യനായിരിക്കാം, പക്ഷെ എന്റെ വികാരങ്ങൾ മനസ്സിലാക്കി അവൻ അത് സ്വീകരിച്ചു. എന്റെ അടക്കാനാവാത്ത ദേഷ്യവും സങ്കടവും വെറുപ്പും എല്ലാം അവൻ മനസ്സിലാക്കി. നമ്മൾ ഈ പക്ഷിയെ പോലെയാണ്. അത്രയധികം സ്ട്രോങ് ആയിരിക്കില്ല, പക്ഷേ ഒരു ദിവസം നമ്മൾ പറക്കും. നമ്മുടെ കയ്യിലെ സ്പെഷ്യൽ മാജിക് കാരണം മനുഷ്യർ നമ്മളോട് അസൂയപ്പെടുന്നു. അവർ നമ്മളെ ആക്രമിക്കുന്നു. പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ചെയ്തത് ശരിക്കും വളരെ തെറ്റാ. നിന്റെ സഹോദരൻ ഇതുപോലെയാണ് ചിന്തിക്കുകയെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. മനുഷ്യർക്കും എൽവിസുകൾക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കും. പക്ഷേ അതെങ്ങനെ സാധ്യമാക്കും? ഹേയ് തെറ്റിയ, നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ മനുഷ്യരെ ഞങ്ങൾ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇനി അവരെ കൊണ്ടുവരാൻ ഒരു വഴിയേ ഉള്ളൂ. എല്ലാ മാജിക് സ്റ്റോണും കളക്ട് ചെയ്ത് ഞങ്ങൾ അത് ചെയ്തിരിക്കും. സോ വാൻജൻസിനെ ഉപയോഗിച്ച് മനുഷ്യർക്കെതിരെ പ്രതികാരം ചെയ്യാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ മാജിക് സ്റ്റോൺ കളക്ട് ചെയ്താൽ ഇവൻ ഇത് ചെയ്യാൻ സാധിക്കുമോ? എന്റെ കഷ്ടപ്പാടുകൾ വില്യം മനസ്സിലാക്കി. അതുകൊണ്ടാ ഞാൻ അവനെ കണ്ടുമുട്ടിയത്. ബാക്കിയുള്ള കല്ലുകൾ നിന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ആ മാജിക് സ്റ്റോൺ തട്ടിയെടുത്ത് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ നിറവേറ്റും. എനിക്കറിയാം വില്യം, നീ വളരെ ദയുള്ള ഒരു മനുഷ്യന്റെ ഉടമയാണ്. എന്നാൽ നിനക്കൊപ്പം വേറൊരാൾ കൂടെയുണ്ട്. ഒരു പക്ഷേ നിന്റെ ആ ദയ കാരണമായിരിക്കാം നിനക്ക് അവനെ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. സോ നിന്നെ തടയേണ്ടത് എന്റെ ആവശ്യമാണ്. കാരണം ഞാൻ അവനെ വളരെ അമൂല്യമായി കാണുന്നു. അവന് വേണ്ടി ഞാൻ ഇതിൽ വിജയിച്ചിരിക്കും. ഇല്ല, അവന്റെ ഹൃദയം എന്റേത് കൂടിയാ. നീ മരിക്കാനുള്ള സമയമായി വിസാർഡ് കിങ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ മാന്ത്രികൻ എന്ന നിലയിൽ ഇവർ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയെല്ലാം നീ അനുഭവിക്കും. ലൈറ്റ് ക്രിയേഷൻ മാജിക്, ലൈറ്റ് സോർഡ് ഓഫ് കൺവിൻഷൻ, മാനാ സോൺ, ക്രോണോസ്റ്റാസിസ്, ഗിഗോറ. മറ്റു മാജിക്കിനേക്കാൾ ലൈറ്റ് മാജിക് വളരെ വേഗതയുള്ളതായിരിക്കാം. എന്നാൽ അത് പ്രതിരോധിക്കാൻ ഒരുപാട് മാർഗങ്ങളുമുണ്ട്. ഓ,
പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് കാണില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും ലിച്ച് അവരെ അറ്റാക്ക് ചെയ്യുന്നു. അനാസോൺ ഉള്ളത് കൊണ്ട് വിസാർഡ് കിങ്ങിന്റെ രോമത്തിൽ പോലും തൊടാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ടൈമിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഈ മനുഷ്യന്റെ മാജിക്. വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിൽ അത് ഉപയോഗിച്ച് മറ്റൊരാളെ ബന്ധിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ടൈം വളരെ വേഗത്തിലാക്കി അത് നശിപ്പിക്കാനും ഇവനെ കൊണ്ട് സാധിക്കും. അതിലെ ഓരോ ശക്തമായ സ്ട്രൈക്കും മരണത്തിന് തുല്യമാണ്. പക്ഷേ ഇപ്പോ വിധി എന്റെ കൂടെയാണ്. ബിക്കോസ് ഞാൻ ജനിച്ചിരിക്കുന്നത് ലൈറ്റ് മാജിക്കോട് കൂടിയാണ്. സമയം പോലും കണ്ടുപിടിച്ചത് പ്രകാശം ഉപയോഗിച്ചിട്ടാണ്. ലൈറ്റ് ക്രിയേഷൻ മാജിക്, ലൈറ്റ് വിബ് ഓഫ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ് വിസാർഡ് കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ് ലിച്ച്. എന്നാൽ അതിൽ നിന്നെല്ലാം വിസാർഡ് കിങ് സിമ്പിൾ ആയിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും പുറത്തെന്തോ വലിയ ഫൈറ്റ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം മാർക്സിന് മനസ്സിലാകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വിസാർഡ് കിങ്ങും ലിച്ചും തമ്മിലുള്ള ഒരു യുദ്ധമാണ്. സമയത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ലൈറ്റിനെ കൊണ്ട് സാധിക്കുമോ? അതാണ് ചോദ്യം. ഈ മാന സോണിനെയും സ്പീഡപ്പ് ടൈമിനെയും അവൻ ഒരുപാട് പ്രയോജനപ്പെടുത്തുന്നു. ചുറ്റുമുള്ള എനർജി മനസ്സിലാക്കുന്നത് കൊണ്ട് അതെങ്ങനെയാണ് ഒഴുകുന്നതെന്ന് അവനെ കാണാൻ സാധിക്കും. അതുപയോഗിച്ച് ഫ്യൂച്ചറിന്റെ ചെറിയൊരു സമയം മനസ്സിലാക്കി എന്റെ അറ്റാക്സ് എല്ലാം അവൻ മുൻകൂട്ടി കാണുന്നു. എന്തെങ്കിലും ആവട്ടെ, പക്ഷെ നിനക്ക് എന്നെ മറികടക്കാൻ സാധിക്കുമെന്ന് നീ വിചാരിക്കരുത് എന്ന് പറഞ്ഞ് ലിച്ച് പുറകിലൂടെ വന്ന് വിസാർഡ് കിങ്ങിനെ ഒറ്റ വെട്ട അങ്ങ് വെട്ടുന്നു. നീ വളരെയധികം സ്ലോ ആണ്. ഫ്യൂച്ചർ കാണാൻ നിനക്ക് സാധിക്കുമെങ്കിലും പെട്ടെന്ന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. ശരിയാണ്, ഒരു പക്ഷേ ഒരുപാട് പേരുടെ ഫ്യൂച്ചർ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഞാൻ എന്റെ സ്വന്തം ബ്ലഡ് കണ്ടിട്ട് ഒരുപാട് കാലമായി. ടൈം കൺട്രോൾ ചെയ്യുന്ന നിങ്ങളുടെ ആ മാജിക് അതിന്റെ ലിമിറ്റ്സ് എല്ലാം കാണിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ആക്ച്വലി എന്റെ ലക്ഷ്യത്തിൽ നിന്നും ടൈം ഞാൻ മോഷ്ടിക്കുന്നത് കൊണ്ട് ഞാൻ അത് നിയന്ത്രിക്കുന്നില്ല. ഞാൻ മോഷ്ടിച്ച സമയമെല്ലാം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുവാണ്. സോ സമയത്തെ പുറകോട്ട് കൊണ്ടുപോയി തനിക്ക് പറ്റിയ മുറിവുകൾ ഹീൽ ചെയ്യുവാണ് വിസാർഡ് കിങ്. ഇതിൽ ഇച്ചിനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഫ്യൂച്ചർ മോഷ്ടിക്കുന്ന ഒരു മാജിക് പവറോട് കൂടിയാണ് ഞാൻ ജനിച്ചത്. പക്ഷെ അതല്ല എന്റെ ലക്ഷ്യം. വിസാർഡ് കിങ് എന്ന നിലയിൽ വിവേചനങ്ങളില്ലാത്ത ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കുന്നതാണ് എന്റെ ലക്ഷ്യം. അത് നേടിയെടുക്കുന്നത് വരെ എനിക്ക് മരിക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ വിവേചനരഹിതമായ ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ടോ? അത് ജസ്റ്റ് ഒരു സ്വപ്നം മാത്രമാണ്. ഇത്രയും വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ എന്റെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ കൊണ്ട് സാധിക്കൂ. എന്നെ തിരിച്ചടിക്കാൻ പോയിട്ട് എന്റെ അടുത്തോട്ട് പോലും വരാൻ അവനെ കൊണ്ട് സാധിക്കില്ല. സോ അവന്റെ പ്രവചനങ്ങൾ കൂടുതൽ വേഗത്തിലാണ് എന്ന് പറഞ്ഞ് ലിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് ആ കാര്യം സംഭവിക്കുന്നത്. നിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സോ എന്നെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല.